അതെ, നിങ്ങളുടെ അതിനകത്ത് ചികഞ്ഞു വന്ന് ഞാൻ വന്ന് അന്വേഷിച്ച് അത് നിങ്ങളുടെ ശരിയായ ഭാഗമല്ല. ഈ പറയുന്ന പൂണൂൽ ധരിക്കാത്ത ബ്രാഹ്മണരും വേറെ ഒരുപാട് പേരുണ്ട്, പൂണൂലെടുത്തെറിഞ്ഞവരുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ഡിബേറ്റബിൾ ആണ്. അതുകൊണ്ട് പൂണൂൽ ധരിച്ച് സ്കൂളിൽ കയറാൻ കഴിയില്ല എന്ന് പറയുന്നതിനകത്ത് ഒരു പ്രശ്നം കിടക്കുന്നുണ്ട് രാഹുൽ. എന്ന് വെച്ചാൽ റിലീജിയസ് പ്രാക്ടീസ് എന്ന് പറയുന്നതിന്റെ അത് എസെൻഷ്യൽ ആണോ ഇല്ലയോ തീരുമാനിക്കുന്നത് ആരാണ്? ആ വിശ്വാസവുമായി പോകുന്ന, ആ വിശ്വാസത്തിൽ ശരിയായി പ്രാക്ടീസ് ചെയ്യുന്ന, അതിനെ പിൻപറ്റുന്ന ആളുകളാണല്ലോ അതിലൊരു തീർപ്പ് പറയേണ്ടുന്നത്. അല്ലാതെ ആ വിശ്വാസം പ്രാക്ടീസ് ചെയ്യാത്ത ആളുകൾ, അതിനകത്തോ പുറത്തോ നിൽക്കുന്ന ആളുകൾ, അവരൊരു തീർപ്പുണ്ടാക്കാൻ പോയാൽ അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട സകലത്തിലും ഈ തീർപ്പുണ്ടാക്കാൻ പിന്നീട് കഴിയും എന്ന നില വരും. അങ്ങനല്ല നിഷാദ്, ഞാൻ പൂണൂൽ ധരിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ടർബനും പൂണൂലും ഇതുമായിട്ട്, പൂണൂൽ ഉള്ളിൽ ധരിക്കുന്ന ഒരു കാര്യമാണ്, അതും ഹിജാബും തമ്മിൽ പ്രശ്നമുണ്ടോ മറ്റൊരു കാര്യമാണ്. പലപ്പോഴും ഞങ്ങളുടെ ഇടയിലെ കുറച്ച് വലതുപക്ഷ ഗ്രൂപ്പുകൾ താങ്കൾ സ്കൂളിൽ പഠിക്കുമ്പോൾ താങ്കൾ ഷർട്ടിന്റെ ഒരു ബട്ടൺ അഴിഞ്ഞു പോയി, പൂണൂൽ കണ്ടു. അപ്പൊ ഇയാൾ വേറെ ഒരു ജാതിയാണ്, പൂണൂൽ ധരിക്കുന്നു, വേറെ ഒരു മതമാണ്. നമ്മുടെ ബഹുസ്വരത ആകെ അപകടത്തിലായി പോവില്ലേ? നമ്മുടെ ഐക്യം അപകടത്തിലായി പോവില്ലേ? അപ്പൊ അതല്ല ഉദ്ദേശം. ഞാൻ മാറി ചില പിന്നെ ചൂടാണ്ട് എ സി ഒന്നും ഇല്ല, അത് പാടുണ്ടോ എന്ന ചോദ്യം വേണമെങ്കിൽ ചോദിക്കാം. പക്ഷെ ആ ചോദ്യം അബദ്ധമാണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ല, ഐക്യം അപകടപ്പെടാതെ തന്നെ പോണം, ആ ബഹുസ്വരത ഉയർത്തിപ്പിടിക്കണം. പക്ഷെ ഇവിടുത്തെ ചോദ്യം അത് ഒരു ഫോമിലേക്ക് വരുമ്പോൾ സംഭവിക്കുമോ? ഉദാഹരണം, ശബരിമല ഡ്രസ് കോഡ് ഇട്ടുകൊണ്ട് മണ്ഡലകാലത്ത് ഒരു കുട്ടി വന്നാൽ സ്കൂളുകൾ അതിനെ എന്റർടൈൻ ചെയ്യണോ തുടങ്ങിയ വളരെ സെൻസിറ്റീവായ ചോദ്യങ്ങളുണ്ട്. അതുകൊണ്ട് അതാണ് നമ്മൾ ഇവിടെ മുന്നോട്ട് വെക്കുന്നത്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഇപ്പൊ രാഹുൽ സ്കൂളിൽ പോയതും കോളേജിൽ പോയതും മുഴുവൻ ഈ പറയുന്ന പൂണൂൽ ധരിച്ചുകൊണ്ടല്ലേ? നിങ്ങൾ ഐക്യത്തിനും ഈ നാടിന്റെ ഒരുമിച്ചുള്ള പോക്കിനും തടസ്സമാണ് എന്ന് പറഞ്ഞ് എവിടെ നിന്നെങ്കിലും ഒരു വിവേചനം നേരിട്ടോ? ഇല്ല. അല്ല, രണ്ട് കാര്യങ്ങളാണ്. അത് പൂണൂല് പോലെ ഉള്ളിൽ ധരിക്കുന്ന ഒരു കാര്യവുമായി വെളിയിൽ ധരിക്കുന്ന ഒരു കാര്യത്തെ കമ്പയർ ചെയ്യാമോ? ഇവിടെ ഒറ്റ കാര്യമേ ഉള്ളൂ. ഞാൻ ഈ വിഷയത്തിൽ ഒരുപാട് മുസ്ലിം സഹോദരന്മാരുടെ ഫീഡ്ബാക്ക് കിട്ടി. ഒരു കാരണവശാലും അവരെ വിഷമിപ്പിക്കാത്തൊരു സ്റ്റാൻഡ് വേണം, ഒരു കാരണവശാലും അവർക്ക് വേദനയില്ലാത്തൊരു സ്റ്റാൻഡ് വേണം. പക്ഷേ ബാഹ്യമായ ഒരു ഹിജാബ് ഇപ്പം ടർബനുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുമെന്നുള്ള പ്രശ്നം, ടർബൻ എസെൻഷ്യൽ പ്രാക്ടീസിന്റെ ടെസ്റ്റ് ഓൾറെഡി മീറ്റ് ചെയ്യുന്നതാണ്. ഇവിടെ ആത്യന്തികമായി ഇപ്പൊ യുഎസിന്റെ ടർബൻ അവരുടെ എസെൻഷ്യൽ പ്രാക്ടീസിന്റെ ഭാഗമാണെന്ന്. ശരി, നമ്മളത് അംഗീകരിക്കുന്നു, മനസ്സിലാക്കുന്നു. അതാണല്ലോ മാന്യത, അതാണ് ഭരണഘടന പറയുന്നത്. അല്ലാതെ അത് നമ്മളൊന്ന് നോക്കട്ടെ, സർക്കാരും ഈ ടർബനുമായിട്ട് പുറത്തു നിൽക്ക് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു സംസ്കാരമല്ല. അല്ല, ഒറ്റ കാര്യം കൂടെ എനിക്കൊരു വളരെ ഞാനത് മനഃപൂർവ്വം ബാലൻസ് ചെയ്യാൻ പറയുന്നതല്ല. പക്ഷെ എന്നിരുന്നാൽ പോലും ഒരു മിഡിൽ ഗ്രൗണ്ട് പോസിബിൾ ആണെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കണം എന്നുള്ളതാണ് എന്റെ അഭ്യർത്ഥന. ജസ്റ്റിസ് ഫാത്തിമ ബീവിയെ പോലുള്ള വലിയ മാതൃകകൾ നമ്മുടെ മുമ്പിലുണ്ട്. അവർക്ക് ഏറ്റവും സെൻസിറ്റീവായ സെൻസിബിൾ ആയ ഒരു മിഡിൽ ഗ്രൗണ്ടിലൂടെയാണ് പോയത്. അതായത് കോടതിയുടെ ഡ്രസ് കോഡും വ്യക്തിപരമായ ജീവിതത്തിൽ പരിശുദ്ധമായ ഇസ്ലാമിക ഡ്രസ് കോഡുമായിട്ടാണ് മുമ്പോട്ട് പോയത്. പക്ഷേ സുപ്രീം കോടതി പറഞ്ഞതുപോലെ ഇത് രാജ്യവ്യാപകമായി വളരാൻ അനുവദിക്കരുത്, ഒരു സംസ്ഥാനത്തിനുള്ള ഒരു പ്രശ്നമാണ്. കാര്യം ഇത് വളരെ കയ്യാലപ്പുറത്തെ തേങ്ങയെ പോലെയാണ്, അതാണ് സത്യം. രണ്ട് രീതിയിലും ആർഗ്യ ചെയ്യാൻ കഴിയുന്ന ഒരുപാട് പോയിന്റുകളുണ്ട്. അതുകൊണ്ട് ഇത് വ്യാപിക്കാൻ അനുവദിക്കരുതെന്ന് സുപ്രീം കോടതി പറഞ്ഞതുപോലെ കർണാടകത്തിലെ കോടതികൾ ഒരു സെൻസിറ്റീവ് മിഡിൽ ഗ്രൗണ്ടിൽ അപ്പുറത്തേക്ക് പോട്ടെ. രാഹുലിന് തോന്നുന്നുണ്ട് ഇനിയിപ്പോ ഒരു എസെൻഷ്യൽ പ്രാക്ടീസ് ആണെന്ന് ഒരു മതപരമായ പരിശോധനയിൽ ബോധ്യപ്പെട്ടു എന്ന് വിചാരിക്കുക, ഇത് അനുവദിക്കുന്നത് കൊണ്ട് നമ്മുടെ കുട്ടികളുടെ മനസ്സിനകത്തേക്ക് എന്തെങ്കിലും കുഴപ്പം ചെന്ന് കയറും എന്ന് രാഹുലിന് തോന്നുന്നുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. നമ്മളൊക്കെ തട്ടത്തെ കുട്ടികളെയും നമ്മൾ ഉമ്മച്ചി കുട്ടികളെന്ന് വിളിക്കുന്നവരെയും വളരെ ആദരിക്കുകയും നമ്മൾ അവരെ ബഹുമാനിക്കുകയും കണ്ടല്ലേ വളരുന്നത്. അപ്പൊ ഇത് തടയാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന മനുഷ്യർക്ക് വേറെ പദ്ധതിയാണുള്ളതെന്ന് തിരിച്ചറിയുന്ന ആളാണ് രാഹുൽ. അതെ, ഇത് വിളഞ്ഞു വിത്താണ്. അല്ല, ഇത് ഒരു കാരണവശാലും അത് എന്താ പറയണേ, സ്പർദ്ധ ഉണ്ടാക്കാനോ വർഗീയതയുടെ സ്പേസോ വംശീയതയുടെ സ്പേസോ ആയി മാറരുത്. ഒരു കുഴപ്പമില്ലാത്ത ഒരു നാട്ടിൽ ഇത് റേസ് ചെയ്യുന്ന ആരാണ്? നമ്മൾ എത്രയോ നൂറ്റാണ്ടുകളായി മുസ്ലിങ്ങൾ രീതിയാണിത്. അതിപ്പോ ഒരു ദിവസം കർണാടകയിൽ പൊട്ടിപ്പുറപ്പെടുന്നത് ഉന്നയിക്കുന്ന ആരാണെന്ന് നമുക്കറിയാം. അവർക്ക് ദുരുദ്ദേശമല്ലാതെ മറ്റൊന്നുമില്ല എന്ന് രാഹുൽ തിരിച്ചറിയുന്നുണ്ടോ? അല്ല, ഈ വിഷയം എന്ത് ഭ്രാന്താണ് ഇയാള് പറയുന്നത്? അല്ല, ഈ വിഷയം വളരെ ദൗർഭാഗ്യകരമായി വളർന്നു. അപ്പുറത്ത് ഹിന്ദുക്കൾ, ഇപ്പുറത്ത് മുസ്ലിങ്ങളെന്ന് കാണണ്ട. അപ്പുറത്ത് RSSഉം
ഇപ്പുറത്ത് മുസ്ലിങ്ങളും. അങ്ങനെ കണ്ടാൽ മതി. അപ്പൊ നമുക്കൊരു സ്റ്റാൻഡ് എടുക്കാൻ കഴിയും. അല്ല, ഒന്നുകൂടി ചിന്തിച്ചു അല്ല, നോക്കുക. ഒറ്റ കാര്യം കൂടി അല്ലാഹു അക്ബറും ജയ് ശ്രീറാമും നമ്മൾ ഒരുമിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുമ്പോൾ വിളിച്ചതാണ്. അവ പരസ്പരം കുട്ടികളിൽ നിന്ന് വിളിക്കുന്നത് ഒരു കാരണവശാലും യോജിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇതൊരു മൃദു സമീപനം വേണം. കുട്ടികൾ പരസ്പരം എവിടെ വിളിച്ചു? രാഹുൽ എവിടെയാണ് വിളിച്ചത്? അല്ലാഹു അക്ബറും ജയ് ശ്രീറാമും പരസ്പരം എവിടെ വിളിച്ചു? ജയ് ശ്രീറാം എന്ന് പറയുന്നത് ഒരു ഹിംസയുടെ മുദ്രാവാക്യമാക്കിക്കൊണ്ട് കുറെ ആളുകൾ ഓടി അടുക്കുന്നതാണ് ഞാനും താങ്കളും വീഡിയോയിൽ കണ്ടത്. ഒരാൾ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് വളരെ ദുർബലമായ ഒരു പൊസിഷനിൽ നിന്നുകൊണ്ട് അയാളുടെ വിശ്വാസ മുദ്രാവാക്യം വിളിക്കുന്നു. അതൊരു പോർവിളി എന്ന നിലയ്ക്ക് നമ്മൾ സമീകരിക്കുന്നത് കുഴപ്പമുണ്ട്. അതിനകത്ത് കുഴപ്പമുണ്ട്. അല്ലല്ല ഒരിക്കലും അല്ല. എല്ലാ വിശ്വാസ മുദ്രാവാക്യങ്ങളും നമ്മുടേതാണ്, നമ്മളതിനെ ബഹുമാനിക്കുന്നതാണ്. ഗാന്ധിജി അടക്കമുള്ള കാലത്ത് നമ്മൾ ഒരുമിച്ച് വിളിച്ചിരുന്നതാണ്. അതായത് ഹിന്ദു ക്ഷേത്രങ്ങളിൽ അടക്കം പരിശുദ്ധ ഖുർആൻ സൂക്തങ്ങൾ വായിച്ചിരുന്നതാണ്. അതുകൊണ്ട് ഇതൊരു മിഡിൽ ഗ്രൗണ്ടിലെ തീരൂ, ഇതൊരു കൺസെൻസസിലെ തീരൂ, ഇതൊരു ഗ്രേ ഏരിയ ആണ്, ഇതൊരു സെൻസിറ്റീവ് ഏരിയ ആണ്. ആര് റേസ് ചെയ്താലും ആത്യന്തികമായി ഈ വിഷയം ഫ്ലെയർ അപ്പ് ചെയ്യാത്ത രീതിയിൽ കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം. എന്നുവെച്ചാൽ ഇതിന്റെ ഒരു മിഡിൽ ഗ്രൗണ്ട് എന്താണെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ട്? ജസ്റ്റിസ് ഫാത്തിമ ബീവിയെ പോലുള്ളവരുടെ ഒരു സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ അതിലും തെറ്റില്ലാത്തതാണ്. പറയാമോ? എനിക്കതറിയില്ല. ഫാത്തിമ ബീവിയുടെ സ്റ്റാൻഡ് എന്താണ്? ജസ്റ്റിസ് ഫാത്തിമ ബീവി എവിടെ പോകുമ്പോഴും അവർ ആ കോടതിയുടെ ഡ്രസ് കോഡ് ധരിച്ചിരുന്നു. കോടതിയുടെ ഡ്രസ് കോഡാണ് അവർ. എന്ന് വെച്ചാൽ മുസ്ലിം സ്ത്രീകൾ ഹിജാബ് അഴിച്ചു വെക്കുന്നതാണ് കൺസെൻസസ് എന്ന് പറഞ്ഞാൽ സമവായം എന്നാണ്? അല്ലല്ല എന്നല്ല പറയുന്നത്. പുറത്ത് ഹിജാബ് അഴിച്ചു വെച്ച് ബാക്കി എല്ലാവരും ധരിക്കുന്ന പോലെയുള്ള വസ്ത്രം ധരിച്ചു ഒരിക്കലും അല്ല. ആരുടെ നിലപാടിന് അംഗീകാരം കൊടുക്കാൻ? എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി.